നമുക്കറിയാം, നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ 4ാം വാർഷികം എന്ന് പറയുന്നുണ്ടെങ്കിലും 2016 കേരളീയരാകെ ശപിച്ചുകൊണ്ടിരുന്ന ഒരു കാലത്തിന് അറുതി വരുത്തിക്കൊണ്ട് LDF സർക്കാർ അധികാരത്തിൽ വരുന്നത്. അങ്ങനെ കണക്കാക്കിയാൽ 9 വർഷമായി തുടരുന്നൊരു സർക്കാരിൻ്റെ ഭാഗം കൂടിയാണ് 2021 അധികാരത്തിലേറിയ സർക്കാരിൻ്റെ 4ാം വാർഷികം. ഇവിടെ 2016 തകർന്നടിഞ്ഞു കിടന്ന ഒരു നാടിൻ്റെ ഭരണസാരഥ്യമാണ് ജനങ്ങൾ LDFനെ ഏൽപ്പിച്ചത്. അത് ഈ നാടിനെ കാലോചിതമായി മാറ്റി തീർക്കണം, മറ്റു പ്രദേശങ്ങളിൽ ലഭിക്കുന്ന വികസനം ഞങ്ങൾക്കും വേണം, ഈ നാടിനും വേണം, നാടിൻ്റെ പുരോഗതി ഉറപ്പുവരുത്തണം. അന്നത്തെ വിവിധ പ്രശ്നങ്ങളുണ്ട്, അതിലേക്കൊന്നും ഞാനിപ്പോൾ പോകുന്നില്ല. ഇത്തരത്തിലുള്ള ഒരു ദൗത്യമാണ് LDF സർക്കാരിനെ ജനങ്ങൾ ഏൽപ്പിച്ചത്. ആ ദൗത്യം നിറവേറ്റാൻ തുടങ്ങിയപ്പോൾ ഒരുപാട് പ്രതിസന്ധികളാണ് നമുക്ക് നേരിടേണ്ടി വന്നത്. ഒട്ടേറെ പ്രകൃതി ദുരന്തങ്ങൾ, അതോടൊപ്പം മാരകമായ പകർച്ചവ്യാധികൾ, ഇങ്ങനെയുള്ള പ്രതിസന്ധികൾ യഥാർത്ഥത്തിൽ നാടിനെ കൂടുതൽ തകർച്ചയിലേക്ക് നയിക്കും വിധമുള്ളതായിരുന്നു. പക്ഷേ നമുക്ക് തകരാൻ പറ്റുമായിരുന്നില്ല. നമുക്ക് ഇതിനെയെല്ലാം അതിജീവിച്ചേ മതിയാകുമായിരുന്നുള്ളൂ. നിപ്പയും ഓക്കിയും 2018 നൂറ്റാണ്ടിലെ മഹാപ്രളയവും തൊട്ടു പിന്നാലെ 2019 അതിരൂക്ഷമായ കാലവർഷക്കെടുതിയും, ഇതിൻ്റെയെല്ലാം ആഘാതത്തിൽ നിന്ന് മോചിതമാകുന്നതിന് മുൻപ് ഒന്ന് നിന്ന് ശ്വാസം കഴിക്കുന്നതിന് മുൻപ് തന്നെ ലോകത്തെയാകെ വിറങ്ങലിപ്പിച്ച മഹാമാരി കോവിഡിൻ്റെ ആക്രമണം, ഇത്തരത്തിലുള്ള ഒട്ടേറെ പ്രതിസന്ധികളാണ് നമുക്ക് നേരിടേണ്ടി വന്നത്. അത്തരം പ്രതിസന്ധികൾ ഒരു നാടിനുണ്ടായാൽ, ഒരു സംസ്ഥാനത്തിനുണ്ടായാൽ, ആ സംസ്ഥാനത്തിൻ്റെ കൂടെ ചേർന്ന് നിന്നുകൊണ്ട് അതിൽ നിന്ന് അതിജീവനം നേടാൻ സഹായിക്കാൻ ബാധ്യതയുള്ള സർക്കാരാണ് കേന്ദ്ര സർക്കാർ. പക്ഷേ
നിർഭാഗ്യമെന്ന് പറയട്ടെ, ഒരു ഘട്ടത്തിലും ആവശ്യമായ സഹായം നമുക്ക് ലഭിച്ചില്ല. തീർത്തും നിഷേധാത്മക നിലപാട് സ്വീകരിച്ചു. ലഭിക്കുന്ന സഹായം തന്നെ തടയുന്ന നിലയുണ്ടായി. മറ്റുള്ളവർ നൽകുന്നത് പോലും തങ്ങളുടെ അധികാരം ഉപയോഗിച്ച് തടയുന്ന നിലയുണ്ടായി. തകരട്ടെ, കൂടുതൽ തകരട്ടെ, ഈയൊരു നശീകരണ വികാരം അതായിരുന്നു കേന്ദ്ര സർക്കാരിനെ നയിച്ചു. ഇവിടെ പറഞ്ഞു, ഏറ്റവും ഒടുവിലുള്ള മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൻ്റെ കാര്യമടക്കം. നൂറ്റാണ്ടിലെ മഹാപ്രളയം നമ്മുടെ ഈ പ്രദേശമൊക്കെ ഒഴികെ കേരളത്തിൻ്റെ മറ്റെല്ലാ ഭാഗങ്ങളും തകർത്തെറിഞ്ഞ പ്രകൃതി ദുരന്തമായിരുന്നു. ലോകമാകെ എങ്ങനെയാണ് കേരളം ഇതിൽ നിന്ന് കരകയറുക എന്ന് ചിന്തിച്ച സമയം. പക്ഷേ സഹായങ്ങൾ നിഷേധിച്ചിട്ടും നമുക്ക് നമ്മുടെ നാട് പ്രിയപ്പെട്ടതായതുകൊണ്ട് തന്നെ ആ നാട് അതിജീവനം ഉറപ്പുവരുത്തക്ക രീതിയിൽ ജനങ്ങളാകെ സർക്കാരുമായി സഹകരിച്ച് നിലപാടെടുക്കാൻ തയ്യാറായി. പിന്നീട് രാജ്യവും ലോകവും ആശ്ചര്യത്തോടെയാണ് കേരളത്തെ നോക്കിക്കണ്ടത്. എങ്ങനെ ഈ രീതിയിൽ അതിജീവിക്കാനായി? ഒരു കാരണം മാത്രമേ അതിനുള്ളൂ. നമ്മുടെ നാടിൻ്റെ ഒരുമ, ജനങ്ങളുടെ ഐക്യം ഏത് പ്രതിസന്ധിയെയും അതിജീവിക്കാനുള്ള കരുത്തായി മാറുകയായിരുന്നു.